ബാലൻസ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാലൻസ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഈറ്റ് വെൽ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, അത് പ്ലേറ്റ് എടുത്ത് അതിനെ പകുതിയാക്കി കഴിഞ്ഞാൽ ഒരു ഹാഫ് മൊത്തം പച്ചക്കറികൾ കഴിക്കുക, പിന്നെയുള്ള ഹാഫിന് വീണ്ടും ഒരു ഹാഫ് ആക്കിയിട്ട് അതിൽ ആ മുകളിലെ ഹാഫിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് ചോറ്, ചപ്പാത്തി, ഓട്സ്, റാഗി, ആ രീതിയിൽപ്പെട്ടത് എന്തും ആ ഭാഗത്ത് കഴിക്കുക. പിന്നെ അതിൻ്റെ താഴെ വരുന്നിടത്ത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളിക്കുക. അപ്പോൾ ഈ വഴി നമുക്ക് ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്തൊന്നും പോവാതെ തന്നെ ഒരു റഫായിട്ട് നമ്മൾ ബാലൻസ് മീലാണ് കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരുവിധം ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആ 3 നേരത്തെ മീലും നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ പൊതുവേ നമുക്ക് തോന്നും ഇതൊന്നും പറ്റില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അപ്പോൾ നമ്മൾ കുറച്ച് സാലഡോ എന്തോ കഴിച്ചിട്ട് ആ മറ്റേ ഹാഫിനെ കുറച്ചെങ്കിലും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പഴമോ ഫ്രൂട്ട്സോ ഒക്കെ ആ ഭാഗത്ത് ഉൾക്കൊള്ളിക്കുക. പിന്നെ എക്സസൈസ്, വ്യായാമം നമുക്ക് ഒരുപാടൊന്നും നടക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പം ഇഷ്ടംപോലെ ജിമ്മുകളായാലും ഓപ്പൺ സ്പേസസ് ആയാലും ഒക്കെ ഇങ്ങനെ എമേർജ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ യോഗ പോലത്തെ സൗകര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു വ്യായാമം. അപ്പോൾ വ്യായാമത്തിന് ഒരു കണക്ക് പറയുന്നുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരു 7 ദിവസത്തിൽ 5 ദിവസം എങ്കിലും നമ്മൾ ഒരു 30 to 45 മിനിറ്റ് നടക്കുക. നടത്തം പോലുള്ള വ്യായാമങ്ങൾ. അതല്ലാത്തതാണ് നമുക്ക് പറ്റുന്നതെങ്കിൽ ആ രീതിയിൽ ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക.